ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഇൻട്രോ? സൂപ്പർ ഉണ്ടായിരുന്നില്ല? ഇങ്ങനത്തെ ഇൻട്രോ എനിക്ക് തോന്നുന്നില്ല ആരും ഒരു പക്ഷേ യൂട്യൂബ് ചരിത്രത്തിൽ എടുത്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ സോറി, ഇത് ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എല്ലാം കൂടി ഉള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സമയം 10 മണിയായി, 10:30 കഴിഞ്ഞു. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം, കാരണം ഇങ്ങനെ മടി പിടിച്ചിട്ട് കാര്യമില്ല. ഇന്നൊരു സൺഡേയും കൂടി ആയതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. സോ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാൻ പോവാണ്. ശ്രീകുട്ടൻ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റാണ്. സോ രാവിലെ മുപ്പര് പോയി, അങ്ങനെ ഞാനൊരു 9 മണിക്ക് എണീറ്റു. ബാക്കി കഥകൾ ഓക്കെ. അപ്പം ഞാൻ ഇതിപ്പോൾ കുളി കഴിഞ്ഞ് ഇങ്ങ് വന്നിട്ടേ ഉള്ളൂ. ബാക്കി രാവിലെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, സോ അത് കണ്ടിട്ട് നമുക്ക് ഇപ്പത്തേക്ക് തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇൻട്രോ കണ്ടല്ലോ. ഞാനത് എന്താ പറയുക, ഇൻട്രോയിൽ തന്നെ ഞാൻ ഇങ്ങനെ കൂറവേഷത്തിൽ വരണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻട്രോ കുളി കഴിഞ്ഞിട്ടാണ് എടുത്തത്. അതായത് ഇതിന്റെ ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കാൻ പോയത്. ഹൗ ബ്രില്യൻ്റ് ആയാം അല്ലേ? ഒരു നല്ലൊരു ഡയറക്ടോറിയൽ കഴിവ് എനിക്കുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ. എനിവേസ്, സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നാട്ടിലാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും ചെറുപ്പത്ത് തൊട്ടിട്ടാണെങ്കിലും എനിക്ക് രാവിലെ, രാത്രി, ഉച്ചയ്ക്ക്, ഇടനേരത്ത്, ചായക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കല്ല എപ്പോൾ വേണമെങ്കിലും എനിക്ക് ദോശ തന്നാൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. അത് എനിക്ക് പുറത്തു പോയിട്ട് ഇങ്ങനെ ശരവണ ഭവനിലെ ദോശയൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ലേ, അതായത് ഗീ റോസ്റ്റൊക്കെ. എനിക്ക് അങ്ങനെ വേണമെന്നൊന്നുമില്ല. എനിക്ക് നമ്മളുടെ വീട്ടിൽ അമ്മ ചുടുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇവിടെ ഞാനിപ്പോൾ മാവൊക്കെ അരച്ച് തുടങ്ങി, ഒരു ദോശ എക്സ്പേർട്ടായി മാറിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ദോശയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ കഴിച്ച്, ദോശയും ചമ്മന്തിയും ഉണ്ട്. സോ ദോശയൊക്കെ കഴിച്ച് ഇനി ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ നോക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എന്താ എടുക്കണ്ടേന്ന് എനിക്ക് എന്താ എടുക്കാൻ പോകുന്നതെന്ന് എനിക്കിങ്ങനെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷെ അത് വലിയ കണ്ടന്റ് ആണോ? എന്നാലും എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ, ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ പോലത്തെ ഒരു വീഡിയോ ആയിരിക്കും. സോ രാവിലെ ഒരു 9 മണിയായി. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പം ഞാൻ പതുക്കെ എണീക്കുള്ളൂ. എന്നാലും പണ്ടത്തെ പോലെ അങ്ങ് 10-11 മണി വരെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. ഇവിടെ വന്നിട്ട് റുട്ടീനായല്ലോ, നമ്മൾ രാവിലെ എണീക്കുന്ന, അങ്ങനെ ഒരു റുട്ടീൻ ആയതുകൊണ്ട്. ഇപ്പം ശ്രീകുട്ടൻ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പിടിച്ച് വലിച്ച് അങ്ങ് നീട്ടും എൻ്റെ സമയം. എന്നാലും മാക്സിമം ഒരു 10 മണി വരെയൊക്കെ കിടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ 9 മണിക്ക് എണീറ്റു. പിന്നെ തലയിൽ എണ്ണ, ഇന്ന് എൻ്റെ നീരാടുവാൻ ദിവസമാണ്. സോ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണ തേച്ചിട്ട് ഞാൻ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി കുളിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു ഫുള്ളി ഫ്രീ ആണ്. ഞാൻ ഇന്നലെ ഫുൾ ഇന്നലെ ഞാനൊരു വീഡിയോ, ലൈസൻസിന്റെ വീഡിയോ എടുത്തത്, നിങ്ങൾ വിചാരിക്കും ഇതേ കുപ്പായുള്ള ഈ കുട്ടിക്ക് കുപ്പായം വരില്ലേ, ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇന്ന് ഞാൻ കുളിക്കാൻ, ഓഫ് കോഴ്സ് ഞാൻ രാവിലെ എണീറ്റിട്ടുള്ളൂ. അപ്പൊ അതാണ് സെയിം ഡ്രസ്സ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇൻട്രോ ഈ ഡ്രസ്സിൽ എടുക്കാത്തത്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞു തന്നെ, അപ്പോൾ ഇന്ന് ഞാൻ റീൽസൊക്കെ കുറച്ച് റൂമിൽ നിന്ന് തന്നെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തണുപ്പാണ്. പിന്നെ ഒറ്റയ്ക്ക് ഈ കാറ്റത്തൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു മാർഗമില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു 2-3 റീൽസോ എന്തെങ്കിലും കോണ്ടന്റോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറക്റ്റായിട്ട് ഇന്ന് പുറത്ത് നല്ല മഴയും, അതായത് ലൈറ്റ് കുറവുമാണ്, മനസ്സിലായോ? ഇതിലേറെ ലൈറ്റ് ഉണ്ടാവാറുണ്ട് രാവിലെ ഒരു 10 to 2 മണിക്ക് ഇടയ്ക്ക്. ഇന്നലെ സൂര്യനൊക്കെ ഉദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചോ നാളെ ഇങ്ങനെ ആവണേന്ന്, പക്ഷെ അങ്ങനെയല്ല, ഇന്ന് മഴയാണ്.
പിന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാണ്ട്, അതിൻ്റെ വീഡിയോ സബ്മിഷനാണ്. അതിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് പഠിച്ച് അതും വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട്. എനിവേസ്, സോ അതൊക്കെ ചെയ്യാനുണ്ട്. കുക്കിംഗ് പരിപാടികളൊക്കെ ഞാൻ ഇന്നലെ തീർത്തു. ബാക്കി ഞാൻ എല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എന്താ കാണിക്കാണ്ടാവുക. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചൂട് ദോശയും ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കട്ടെ. ഇന്നത് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ലാസ്റ്റ് എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ സ്പീഡ് കൂട്ടിയതാ. ഞാൻ ശരിക്കും ഫോണിൽ ടൈം ലാപ്സ് വെച്ചതാ, പക്ഷെ അത് ടൈം ലാപ്സ് അല്ലായിരുന്നു, സ്ലോ മോഷൻ ആയിരുന്നു. എനിവേസ്, അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ വയറിനും എനിക്കും സന്തോഷമായി. ഇനി നമുക്ക് കുളിക്കാൻ പോവാം. സോ കുളിക്കാൻ പോണതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചു കുറേ, അതായത് എൻ്റെ ഫേസിൽ കണ്ടില്ലേ എന്തോ ഈ ഇടയ്ക്ക് എന്തോ പറ്റിയതാണ്. ഞാനൊന്നും അങ്ങനെ പുതിയതായിട്ടൊന്നും പരീക്ഷിച്ചിട്ടല്ല, പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് പിമ്പിൾസ് 2-3 വന്നു. അതും പക്ഷെ ഭയങ്കര ജമണ്ടൻ പിമ്പിൾസ് ആട്ടോ വന്ന്. കണ്ടോ, ഇപ്പോഴും അതിൻ്റെ ഒരു ഇത് പോയിട്ടില്ല. ഉള്ളിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാം നമുക്ക് കുരു ഉള്ളിലേക്ക്. പിന്നെ എനിക്ക് മറ്റേ പണ്ടൊട്ടെ പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട്. എനിക്ക് അതിനുള്ള പിമ്പിൾ പാച്ചസ് ഒക്കെ ഞാൻ വാങ്ങിച്ചു. പിമ്പിൾ പാച്ച് വെച്ചിട്ട് ഞാനത് ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിറ്റേ ദിവസം പിമ്പിൾ പാച്ച് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അത് പൊട്ടിക്കും. സോ അത് എൻ്റെ പ്രശ്നം കൂടി ഉണ്ട്. പിന്നെ കണ്ടോ, ഫുള്ളിവിടെ 1, 2, 3, 4 ഇത് മെയിനായിട്ട് കാണുന്ന പാടുകൾ ആ കുരുവിൻ്റെയാണ്. എനിക്കറിയില്ല അതെന്താന്ന്. എനിവേ, സോ ഞാൻ ഒന്നും മുഖത്ത് ചെയ്യാറില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ഇരിക്കണത് കണ്ടു. ഇത് എൻ്റെ ഒരു വർക്കില് ഓഫീസിൽ പോയപ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റാണ്. അപ്പോൾ അവൾ ചാർലി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇനി ഫേസിലൊന്നും പറ്റത്തില്ല, എന്താ അലർജി പോലെയൊക്കെ വരുന്നുണ്ട്. അതായത് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയതുകൊണ്ട്. സോ എനിക്ക് തന്നതാണ്. മിഥില വേണമെങ്കിൽ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അപ്പം തന്നെ ചാടി വരും. അപ്പോൾ ബോഡി ഷോപ്പിൻ്റെ ഹിമാലയൻ ചാർക്കോൾ പ്യൂരിഫൈങ് ഗ്ലോ മാസ്ക്, ഇത് കുറേ ദിവസമായി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് അങ്ങ് ഇട്ടേക്കാം. ഇതിട്ടിട്ട് അങ്ങ് കുളിക്കാൻ പോയേക്കാം. അമ്മേ, ഇതിൽ മറ്റേ ടീ ട്രീയോ എന്തൊക്കെയോ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ചാർക്കോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ സാധനം ഒരു തരി എന്നുള്ളത് ടീ ട്രീ ആണ് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ തേച്ച് ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് ഇരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റനപ്പ് ആവും. അപ്പം അത്ര ടൈറ്റ് ആവണതിൻ്റെ മുന്നേ സ്കിൻ കേട്ടോ നമുക്ക് പോയി കുളിക്കാം. എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഇതൊക്കെ നന്നായി ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പോയി കുളിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം സബ്മിഷൻ ഉണ്ടെന്ന്. അപ്പോൾ അത് ഞാനൊന്നിരുന്ന് റെഫർ ചെയ്ത് വീഡിയോന് വേണ്ടി കുറച്ച് പഠിക്കട്ടെ. അതായത് വീഡിയോ പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഒരു PPT ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാപ്പാടെ പറയണം. അതായത് നമ്മുടെ ഡെസർട്ടേഷനാണ്, ലാസ്റ്റത്തെ ഡെസർട്ടേഷനാണ്. അപ്പോൾ അതിന് നമ്മളുടെ ടോപ്പിക്ക് സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് നമുക്കൊരു 5 to 7 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. പക്ഷെ ഒന്നും കൂടി ഒന്ന് നമ്മൾ വീഡിയോന് വേണ്ടിയിട്ടൊന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഡയറക്റ്റ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് കാണല്ലോ. ഓക്കെ. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിരിക്കുന്നു. ഇനി നമുക്ക് അല്പം സൗന്ദര്യവർദ്ധന സാമഗ്രികൾ നമുക്ക് മുഖത്തങ്ങ് അപ്ലൈ ചെയ്യാം. ഞാൻ പൊതുവെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീനാണ്. പക്ഷെ ഇനി നാട്ടിലൊക്കെ പോകുമ്പോൾ വേണം
ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്കിന്നിന്റെ പ്രശ്നം ഒന്ന് കാണിക്കാം. പ്രശ്നം എന്നല്ല, പക്ഷെ എനിക്ക് കുറേ ആയി അങ്ങനെ ഇങ്ങനെ പിമ്പിൾസ് ഒന്നും വരാറുണ്ടായിരുന്നില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ വിന്ററിലൊക്കെ സാധാരണ പിമ്പിൾസ് കുറവാണ് വരാറ്. പക്ഷെ എന്തോ എനിക്കറിയില്ല, ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഓർ സംതിങ് ആയിരിക്കും. അപ്പോൾ അത് വന്നിട്ട് കുറച്ചധികം പാടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്ക് എന്തെങ്കിലും ചെയ്യാം. അത് പക്ഷെ നാട്ടിൽ പോയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് അതിനൊരു ഇതില്ല. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സ്നെയിൽ മ്യൂസിൻ ആണ്. ഇത് ആർക്കും ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്സും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളുടെ സ്കിൻ ടൈപ്സ് വേറെയാണ്. ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഡ്രൈ സ്കിൻ. അപ്പം എല്ലാം ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യം നെഹിഹേ. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനമാണ് ചെയ്യണം. അപ്പോൾ എൻ്റെ പൊതുവെ ഓയിലി സ്കിന്നാട്ടോ, നല്ല ഓയിലി സ്കിന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ വിന്റേഴ്സ് ആയതുകൊണ്ടും പിന്നെ ഇവിടുത്തെ സമ്മറിലും എനിക്ക് അത്ര ഓയിലി ഫേസ് ആവുന്നില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഒക്കെ കുറവല്ല. നാട്ടിലൊക്കെ ചത്ത അവസ്ഥയാണ്. പക്ഷെ ഇവിടുത്തെ സ്കിന്നിന് കുറച്ച് ഹൈഡ്രേഷൻ, ഓയിലി സ്കിൻ ആണെങ്കിലും എനിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്നെയിൽ മ്യൂസിൻ ആദ്യമേ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് ഈ എല്ലാ പ്രോഡക്ട്സും ഒന്ന് അബ്സോർബ് ചെയ്യാൻ ഒരു സമയം കൊടുക്കണം കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു മിനിറ്റ് എങ്കിലും കൊടുക്കണം. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കണോണ്ട് ജൽദി ചെയ്യാം. ഇത് ഞാൻ സീ ഗ്ലോ ഗ്രീക്ക് ആൻഡ് ഗോർജിയസിന്റെ ഒരു സീ ഗ്ലോ വിറ്റമിൻ സി സീറമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ ഒരു ബണ്ടിൽ സാധനമായിട്ടാണ് വന്നത്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ, പിന്നെ ഏതായിരുന്നു ഞാൻ ഡെർമാക്കോന്റെ, അയ്യോ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ വൈറ്റമിൻ സി, നൈസിനമൈഡ്, അതൊക്കെ ഞാൻ ഒരു ബ്രാൻഡിന്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നാട്ടില്. അപ്പൊ അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദിസ് ഈസ് മൈ ഫസ്റ്റ് ബോട്ടിൽ. അതായത് ഞാൻ ഏകദേശം ഒരു വർഷം ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്ക് മീൻസ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് അത്രയും തീർന്നു, അത് സംഭവം തീർന്നു. സോ ഞാൻ പുതിയ മോയ്സ്ചറൈസറും ഞാൻ മിനിമലിസ്റ്റിന്റെ ആട്ടോ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് തീർന്നപ്പോ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കി കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വാങ്ങിച്ച ഒരു ബോട്ടിലാണ്. എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും തോന്നിയില്ല. വൈറ്റമിൻ സിന്റെ. ഇനി നാട്ടിൽ പോകുമ്പോൾ വേണം എനിക്ക് വീണ്ടും എൻ്റെ നാട്ടിലത്തെ സാധനങ്ങൾ ഒന്ന് നോക്കി കണ്ട് പർച്ചേസ് ചെയ്തിട്ട് വാങ്ങാം. ഓക്കെ, അപ്പൊ വൈറ്റമിൻ സി, ശരിക്കും വൈറ്റമിൻ സി ഇട്ടിട്ടാണോ സ്നെയിൽ മ്യൂസിൻ ഇടണ്ടേ, സ്നെയിൽ മ്യൂസിൻ ഇട്ടിട്ടാണോ വൈറ്റമിൻ സി ഇടണ്ടേ എന്നിപ്പൊ ഞാൻ നിങ്ങളുടെ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉൾട്ടയാണോ ചെയ്തതെന്നൊരു കൺഫ്യൂഷൻ. എനിവേസ് സാറല്ല, എനിക്ക് തോന്നുന്നു ആദ്യം വൈറ്റമിൻ സി ഇടുക എന്നിട്ട് സ്നെയിൽ മ്യൂസിൻ ഇടുന്നതാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. ഇന്ന് ആവേശ് കുമാർ ആയതുകൊണ്ട് മാറി ചെയ്തു, സാറല്ല. എനിവേസ്, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഞാൻ ന്യൂട്രിഡേമിന്റെ ആണ്. ഇത്രയും മാസം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട്, 2-3 വർഷമായിട്ട് ഞാൻ ന്യൂട്രിഡേമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം തീർന്നുപോയി. ആൻഡ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സെറ്റഫിലിന്റെ മോയ്സ്ചറൈസർ ആണ്. എനിക്കും കുഴപ്പമൊന്നും ആയിട്ട് തോന്നില്ല. അതായത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. അങ്ങനെ എന്താ പറയാ, തിക്കായിട്ടൊന്നും തോന്നുന്നില്ല. ഇനി എനിക്ക് പഠിക്കാണ്ട്, അതാണ് എനിക്കൊരു സങ്കടം. ഈ പഠിത്തം കൂടി ഒന്ന് തീർന്നിരുന്നെങ്കിൽ. അപ്പൊ ലാസ്റ്റത്തെ ഞാൻ പറഞ്ഞില്ലേ ഡെസർട്ടേഷൻ സബ്മിഷൻ ഒക്കെയാണ്. ഓക്കെ, ഇനി വീട്ടിലിരിക്കുകയാണ്. സൂര്യൻ ഈ അയൽവാക്കത്ത് പോലുമില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. അതായത് ചേഞ്ചസ് ഉണ്ട്. കാരണം നാട്ടിൽ ഞാൻ 2 വീലറൊക്കെ ഓടിച്ച് ഇങ്ങനെ കറുത്തത് മാത്രമല്ല, ഇങ്ങനെ ടാൻ അടിച്ചിട്ടേ എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ അൺഹെൽത്തി ആയിട്ട് ഇങ്ങനെ പുകഞ്ഞിരിക്കും ഞാൻ എവിടെന്നെങ്കിലും പോയി വരുമ്പോ. അപ്പൊ ഇത് മാത്രാട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ ബാക്കി മിനിമലിസ്റ്റിന്റെ SPF 50 ഉള്ളത്. അപ്പൊ ഇവിടെ പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് സൺസ്ക്രീൻ ഒക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിന്റെ കുറച്ച് ടാനും കുറച്ച് സംഭവങ്ങളൊക്കെ മാറി തുടങ്ങി. അപ്പൊ ഞാൻ ഇവിടെ പുറത്തു പോയില്ലെങ്കിലും പുറത്തു പോയും ഒക്കെ സൺസ്ക്രീൻ ഇടും. റൂമിലാണെങ്കിലും
സൺസ്ക്രീൻ ഇടും. സോ ദിസ് ഈസ് മൈ മോർണിംഗ് റൊട്ടീൻ. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്കൊരു ലിപ്സ്റ്റിക് ഒന്നും വേണ്ടല്ലോ, അത്രയ്ക്ക് ജാടയാക്കണം. നോക്കാം, നമുക്ക് ഒന്ന് സിറവും തേക്കാം. ഇത് സ്ട്രീറ്റ്സിന്റെ നോർമൽ, ഇതും നാട്ടുന്നാണ്. ഒന്നും ഞാൻ ഇവിടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അങ്ങനെ ഞാൻ റെഡിയായി. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രൊജക്റ്റിന്റെ വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പോയി ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതൊന്ന് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അറിയത്തില്ല, കാരണം ഇപ്പോഴേ ഞാൻ കാണിച്ചു തരാം. പുറത്ത് കണ്ടോ, ഇരുട്ട് മൂടിയ അവസ്ഥയാണ്. കണ്ടോ, ഈ ഗ്ലാസ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. സഡൻ മാൻഡ് കണ്ടോ, ഒരു വൃത്തികെട്ട വെതറാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് റീൽസൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. സോ ആദ്യം ഞാൻ പോയിട്ട് എൻ്റെ പ്രൊജക്റ്റിനുള്ള, ഇവിടെ ലൈറ്റില്ല, പ്രൊജക്റ്റിനുള്ള സംഭവങ്ങളൊന്ന് നോക്കട്ടെ. ഓക്കെ, ഫുഡ് കഴിക്കാൻ വന്ന എൻ്റെ എങ്ങനെ, ഹൗ വാസ് ദ ലഞ്ച് ടുഡേ? എന്തായിരുന്നു? എന്തോ വെണ്ടയ്ക്ക കൊണ്ട് എന്തോ തീയലോ. അത് പോരായിരുന്നോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാനല്ല, അപ്പൊ വേറെ വഴിയില്ലല്ലോ. എന്നിട്ട് ഒന്നും കഴിച്ചില്ലേ? കുറച്ച് കഴിച്ചു. നമ്മുടെ അയൽവാസീനെ ശ്രീകുട്ടനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഇങ്ങനെ വായ നോക്കലാണ് പണി. വായല്ല, മുഖം. നീ എന്റെ വായ മാത്രം എന്താ കാണാൻ? എന്താ വായ നോട്ടൊന്നും ഉദ്ദേശിച്ചേ? ഓ കൾട്ടൂര. ഗൈസ്, ഞാനൊരു കൊറേ നേരായിട്ട് ഈ കുന്തം വെച്ചിരിക്കുകയാണ് ഗൈസ്, ഇതുവരെ തീർന്നിട്ടില്ല. ഓക്കെ, ആർ യു ഗോയിങ്? ഇനി എപ്പോ വരും? രാത്രി ഭക്ഷണം വേണ്ടല്ലോ അല്ലെ? ഇത്രക്ക് മോശമായുള്ള ഭക്ഷണം കഴിക്കാൻ. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? എങ്ങനെയുണ്ട് എന്റെ കുക്കിംഗ് ഒക്കെ ഇത്രയും വർഷങ്ങളായിട്ട്? ഇപ്പൊ കുഴപ്പമില്ലാന്നേ ഉള്ളൂ അല്ലെ? അതുകൊണ്ട് തന്നെ എത്ര കിലോ കുറഞ്ഞു ഇപ്പൊ എന്റെ ഭക്ഷണം കഴിച്ചു? എത്ര കുറഞ്ഞുണ്ടാവും? അതേമാതിരിയാണോ അതോ കൂടിയുണ്ടാവോ? കൂടാൻ നിന്റെ വെയിറ്റ് ഇവര് കമന്റ് ബോക്സിൽ ഇടാനോ? ഗൈസ്, പുച്ഛം. ഗൈസ് കണ്ടോ ഞാനിരുന്ന് പറയുന്ന, ഇപ്പൊ സമയം നോക്കൂ, 3:15 സമയം. ഇപ്പോഴാണ് എൻ്റെ ഈ ഒരു യുദ്ധം കഴിഞ്ഞത് ഗൈസ്. ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സൈറ്റാണ്. ഇതെൻ്റെ പവർ പോയിന്റ് ആണ്. ഇത് ഞാനിരുന്ന് ആ പവർ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണതാണ്. ഇങ്ങനെയൊക്കെയാണ് കഥ. പുറത്ത് ഇരുട്ടുമായി. ഇന്ന് ഞാൻ റീൽസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാ, എല്ലാം ഗോവിന്ദ. മടുത്ത് ഗൈസ്. ഓഫ്, എനിക്ക് വയ്യാണ്ടായി. ഓ കണ്ടോ, 3:15 സമയം. ഇപ്പോഴാണ് ഞാൻ ഈ പ്രസന്റേഷൻ ഒക്കെ ഒന്ന് തീർത്തത്. ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇന്ന് വല്ലാത്തൊരു ദിവസമായിപ്പോയി. ഇത് ഞാൻ പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. അറ്റ് ലാസ്റ്റ് അത് കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ടെൻഷനില്ല. ഓ തലയൊക്കെ എനിക്ക് വേദനിക്കുന്നു, കാരണം ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടേ ഓ വയ്യാണ്ടായി. എനിവേസ്, ഇനി ഫുഡ് കഴിക്കണം. ഞാൻ ഇന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച. കുറേ കാലമായി ഞാൻ ഡാൻസിൻ്റെ റീൽസൊക്കെ ഇട്ടിട്ട്, അതൊന്നും പറ്റിയില്ല. 3:15 ഇനിയിപ്പോൾ ഇരുട്ടുമായി. ഇനിയിപ്പോൾ എപ്പോൾ എങ്ങനെ ചെയ്യാനാ? ഓക്കെ ഗൈസ്, ഇത് ഇനി അപ്ലോഡിങ് സെഷനും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. ഐ എം ടയർഡ് ഗൈസ്, ഐ എം ഡെഡ്. എൻ്റെ സൺഡേ തീർന്നു. നാളെ തൊട്ട് വർക്കിംഗ്.
നല്ല ചോറും, ശ്രീകുട്ടൻ പറഞ്ഞത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അവൻ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. നല്ല ചോറും ഞാൻ മറ്റേ എന്താ പറയുക, വെണ്ടയ്ക്ക തീയൽ എന്നൊക്കെ പറയില്ലേ, കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതാണ് സംഭവം, അതാണ് കഴിക്കുന്നത്. ഓ വിശന്നിട്ട് വയ്യ, ഇതിൻ്റെ പിന്നാലെ ഇരുന്നിട്ട് കിളി മാറിയതാ. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച്. ഇപ്പം ഞാൻ കഴിക്കുന്നത് 3:45 സമയം. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. കുറച്ച് നേരം എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഈ തലയിൽ കൂടെ ഇപ്പം എൻ്റെ മൊത്തം മറ്റേ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഫുള്ള് ഇരുന്ന് ചെയ്തുകൊണ്ട് അതങ്ങ് തീർന്നു. ഇനി അതിൻ്റെ സൈഡിലേക്ക് നോക്കണ്ടല്ലോ, അതൊരു സമാധാനമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം കേട്ടോ ഇതൊക്കെ പഠിച്ച. പൊതുവെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കാൻ മനസ്സിലറിയാം, വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല. എന്നാലും ഒറ്റയ്ക്കാവുമ്പോൾ സർവൈവലിന് ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ സുഖമാണ്. പക്ഷേ ഈ എന്താ പറയുക, ഒന്നും കിട്ടുന്നില്ല. വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനാണ് കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. ഐ എം പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം. വേറെ അത്ര തന്നെ, ഞാനൊന്ന് TV കാണട്ടെ, കുറച്ച് നേരം റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ TV കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം സമയം ഏകദേശം എനിക്കൊരു 5 മണി ആയിട്ടുണ്ട്, 5 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്കും ശ്രീകുട്ടൻ വരും. എന്നിട്ട് പിന്നെ ഡിന്നർ കഴിക്കും, അതന്നെ. സോ അതാണ് ഇന്നത്തെ ഡേ. എനിവേസ്, ഇനി നമുക്ക് എന്താ പറയുക, ഇനി നമുക്ക് ശ്രീകുട്ടൻ വന്നിട്ട് കാണാം. വേറെ പ്രത്യേകിച്ച് ഇനി പരിപാടികളൊന്നുമില്ല. അത് ഞാൻ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത്ര തന്നെ, ഇനി വേറെ ഒന്നുമില്ല. ഇനി അടുത്ത വീഡിയോ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നാളെ തൊട്ട് നമ്മൾ ജോലിക്ക് കയറാൻ പോകുകയാണ്. സോ Monday to Friday will be a busy day. ആൻഡ് ജോലി മാത്രമല്ലല്ലോ, നമുക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഫുൾ ബിസി ഡേ ആണ്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ, ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫും കൂടി എടുത്താലോ നാളെ, നോക്കാം. ഓക്കെ, അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് എനിക്ക് നിങ്ങളോട് കള്ളത്തരം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. നെക്സ്റ്റ് ഡേ രാത്രി 8:30-ക്കുള്ള വീഡിയോ ആണ് ഇത്. ഞാൻ അതായത് ഇന്നലെ വീഡിയോ എടുത്തിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നൈറ്റ് ശ്രീകുട്ടൻ വന്നിട്ട് കാണാമെന്നല്ലേ പറഞ്ഞേ. ശ്രീകുട്ടൻ വന്നു, ഞങ്ങൾ നല്ല ചപ്പാത്തിയും ബട്ടർ പനീറും കഴിച്ചു, സലാർ എന്ന മൂവിയും കണ്ട് കിടന്നങ്ങ് ഉറങ്ങി. ഓക്കെ, ഇന്ന് രാവിലെ എണീറ്റു, വർക്ക് കഴിഞ്ഞു. വർക്കിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീകുട്ടന് ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഇന്ന് ശ്രീകുട്ടൻ പോയി. ഇപ്പം ഞാൻ എന്താ പറയുക, ഇന്ന് എന്ത് കഴിക്കാം, ഇന്ന് ഒരു കപ്പ് നൂഡിൽസ് മതി പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ്, അയ്യോ ഇന്നലെ നമ്മൾ ഡിന്നറിന് കാണാമെന്ന് പറഞ്ഞ് നിർത്തിയതല്ലേ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ അത് നമുക്ക് ചീറ്റ് ചെയ്ത് എടുക്കാം. അതായത് ഈ പല സിനിമകളിലും കാണാമല്ലോ ചീറ്റ് ഷോട്ട്സ്, അതായത് ചീറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയുക ക്ലിപ്പിങ്സ് ആഡ് ചെയ്യുന്നത്. അതേപോലെ ഹലോ ഗൈസ് ഇന്ന് ഡിന്നർ കഴിക്കാനായി എന്നൊക്കെ പറയണമെന്നുണ്ടായി. പക്ഷെ അത് എന്തിനാണ് ചുമ്മാ ഒരു കള്ളത്തരം കാണിക്കുന്നതല്ലേ. അപ്പോൾ ഇന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഇതിൻ്റെ ബാക്കി പത്രമായ ഡിന്നർ ടൈം എടുത്തില്ലല്ലോ എന്ന്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ, ലെല്ലേ ഞാൻ ഇപ്പോൾ തിളച്ച വെള്ളം വെച്ചിട്ടുള്ളൂ. ഓക്കെ, സോ പോട്ട് നൂഡിൽസ് ആണ് കഴിക്കാൻ പോകുന്നത്. ആൻഡ് ഇത് കഴിക്കും.
കിടന്നിറങ്ങും ഉറങ്ങും. ഇന്ന് ശ്രീകുട്ടനും ഇല്ല, ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ശ്രീകുട്ടൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഇന്നത്തെ അല്ല 2 ദിവസമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഡെയിലി എടുക്കാത്തത് ഡെയിലി സെയിം റുട്ടീൻ, അതിൽ ഒരു മാറ്റമില്ല കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോവും, പിന്നെ എൻ്റെ ക്ലാസ്സസ് മാറും എന്നല്ലാണ്ട് വേറൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എടുക്കാൻ ഒരു മടി, കാരണം സെയിം തന്നെയാണ്. എനിവേസ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഇനി കുറച്ച് ഷോപ്പിംഗ് വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ട്, കാരണം കുറച്ച് അധികം ഷോപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം നോക്കാം, അങ്ങനത്തെ വീഡിയോസ് വരുമായിരിക്കും. എനിവേസ് ഇനി ഷോർട്സ് ഇടാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞതും ഷോർട്സിൽ തന്നെയല്ലേ ഡെയിലി ഇതന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കില്ലേ, അതുകൊണ്ടാട്ടോ. എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ ദെൻ. അപ്പോൾ ഞാൻ ഈ ഹോട്ട് നൂഡിൽസൊക്കെ കഴിച്ച് ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങട്ടെ. ഓക്കെ, so see you in my next video. If you like this video, do like, share and subscribe. Bye, good night.